ലിമിറ്റേഷൻസ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ്. ലീസ്റ്റ് കൺസേൺ ഫോർ പ്രയോറിറ്റീസ് ഓഫ് ഹോസ്റ്റ് കൺട്രീസ്. അതായത് മെയിൻ ബ്രാഞ്ച് എവിടെയാണോ ഉള്ളത് ആ കൺട്രിയിലാണ് ആ ഒരു കമ്പനീൻ്റെ ഒറിജിൻ, അല്ലെങ്കിൽ ആ കമ്പനി തുടങ്ങിയത് അവിടെയാണ്. അപ്പോൾ ആ കൺട്രിയിലെ ആവശ്യങ്ങൾക്ക് ഉള്ള ഗുഡ്സും സർവീസസും, ആ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള ഗുഡ്സും സർവീസസ് പലപ്പോഴും നമ്മൾ ഡെലിവർ ചെയ്യാൻ മറന്നു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സിലോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഫോറിൻ കൺട്രി, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ഫോറിൻ കൺട്രീസിലും ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായിരിക്കും മാറുന്നത്. അപ്പോൾ നമ്മളുടെ കൺട്രിയിൽ ബേസിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസും സർവീസസും കൊടുക്കാനും അതൊന്ന് ഉള്ള ഇൻഡസ്ട്രീസിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഒന്നും നമ്മൾ ശ്രമിക്കില്ല. ഇനി ചേഞ്ച് ഇൻ കൾച്ചർ, അതായത് ഒരുപാട് കൺട്രീസിൽ നമുക്ക് ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് അവിടെ നമുക്ക് നമ്മളുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ നമ്മളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ ആ കൺട്രീൻ്റെ കൾച്ചറും ട്രഡീഷനും അനുസരിച്ചിട്ടുള്ള ഗുഡ്സും സർവീസസും നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. കൂടെ ഇങ്ങനെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ പല ബ്രാഞ്ചസും പല സ്ഥലത്തായിരിക്കും. അപ്പോൾ പല സ്ഥലങ്ങളുടെ കൾച്ചറിൽ വ്യത്യാസം ഉണ്ടാകും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്താണെന്നുള്ളതാണ്. ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് കൂടിച്ചേർന്ന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അത് പ്രൈവറ്റും ആകാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഗവൺമെൻറ്റും ആകാം, അല്ലെങ്കിൽ രണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ആകാം. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ആക്സസ് ടു അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. ഓക്കെ, അഡ്വാൻസ്ഡ് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള മോഡേണൈസേഷൻ ഉള്ള ടെക്നോളജീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം രണ്ട് കമ്പനീസും ഒന്നാവുന്നതിന് മുന്നേ അവർ രണ്ട് സെപ്പറേറ്റ് കമ്പനീസ് ആയിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാം, നമ്മളുടെ ഫോമിലോട്ട് നമുക്കത് എടുക്കാം. ഒപ്റ്റിമം യൂസ് ഓഫ് ക്യാപിറ്റൽ ഉള്ള ക്യാപിറ്റൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം രണ്ട് ഫേം ആയതുകൊണ്ട് രണ്ടുപേരുടെയും ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്